നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കേരളത്തിൽ ഓരോ ജില്ലകളിലും UDF-നും LDF-നുമുള്ള മുൻതൂക്കം എങ്ങനെ എന്നത് നമ്മൾ പരിശോധിക്കുകയാണ്. ഇന്ന് മലബാറിലെ ഒരു ജില്ലയായ കോഴിക്കോട് ജില്ലയെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ 13 നിയമസഭാ മണ്ഡലങ്ങളാണ് ഉള്ളത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം നോക്കുകയാണെങ്കിൽ LDF-നെ സംബന്ധിച്ച് അവരുടെ ഒരു അപ്രമാദിത്വം കണ്ട തെരഞ്ഞെടുപ്പായിരുന്നു അത്. ആകെയുള്ള 13-ൽ 11 സീറ്റുകളും LDF വിജയിക്കുന്ന കാഴ്ച കണ്ടു. വിജയിച്ചു എന്ന് മാത്രമല്ല, അതിൽ ഒരു മണ്ഡലം ഒഴികെ, കുറ്റ്യാടി മണ്ഡലം ഒഴികെ ബാക്കി എല്ലായിടങ്ങളിലും മികച്ച ഭൂരിപക്ഷത്തോടു കൂടിയാണ് LDF സ്വന്തമാക്കിയത്. പ്രത്യേകിച്ചും എലത്തൂർ പോലെ, ബേപ്പൂർ പോലെയൊക്കെയുള്ള മണ്ഡലങ്ങളിൽ ഉജ്ജ്വല വിജയമാണ് LDF-ന് ലഭിച്ചത്. UDF-ന് ആകെ ലഭിച്ച സീറ്റുകൾ എന്ന് പറയുന്നത് ഒന്ന് RMPയുടെ സീറ്റായ വടകരയാണ്, മറ്റൊന്ന് കൊടുവള്ളി സീറ്റാണ്. അവിടെ മുസ്ലിം ലീഗാണ് വിജയിച്ചത്. കോൺഗ്രസിനെ സംബന്ധിച്ച് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് കോഴിക്കോട് ജില്ലയിൽ ഒരു സീറ്റ് പോലും കൈപ്പത്തി ചിഹ്നത്തിൽ വിജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത്തരമൊരു വലിയ പ്രതിസന്ധി കോൺഗ്രസിന് മുന്നിലുണ്ട്. അപ്പോൾ കഴിഞ്ഞ തവണത്തെ ഒരു ഫലം നോക്കുമ്പോൾ 11-2 എന്നതാണ് LDF UDF ഒരു ബലാബലം, ശക്തി എന്ന് പറയുന്നത്. 11 സീറ്റുകളിൽ LDF വിജയിച്ചപ്പോൾ UDF-ന് 2 സീറ്റുകളിൽ ഒതുങ്ങേണ്ടി വന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അതിനുശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം നോക്കുകയാണെങ്കിൽ കോഴിക്കോടും ഒപ്പം തന്നെ കോഴിക്കോട് ജില്ലയിൽ വരുന്ന മറ്റൊരു ലോക്സഭാ മണ്ഡലമായ വടകര, ഈ 2 ഇടങ്ങളിലും UDF അത്യുജ്വല വിജയം നേടുന്നത് നമ്മൾ കണ്ടു. പ്രത്യേകിച്ചും വടകരയിൽ ഷാഫി പറമ്പിലിനെ പോലെ ഒരു യുവ നേതാവ് ചെന്നപ്പോൾ ഉണ്ടായ ആവേശവും, അവിടെ എതിരാളിയായിട്ട് CPIM അവിടെ ഇറക്കിയത് അവരുടെ സമുന്നതയായിട്ടുള്ള വനിതാ നേതാവായ KK ശൈലജയാണ്. എന്നാൽ ഏതാണ്ട് 1 ലക്ഷത്തിലധികം വോട്ടുകൾക്കാണ് ഷാഫി പറമ്പിൽ KK ശൈലജയെ മലർത്തിയടിച്ച് അവിടെ വിജയം വരിച്ചത്. ഒപ്പം സമാനമായ രീതിയിൽ കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ സിറ്റിംഗ് MP ആയിരുന്ന MK രാഘവനും ഉജ്ജ്വല വിജയം നേടുന്ന ഒരു കാഴ്ച കണ്ടു. അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോടും ഒപ്പം തന്നെ വടകരയും, കോഴിക്കോട് ജില്ലയിൽ വരുന്ന വടകര ലോക്സഭാ മണ്ഡലത്തിലും UDF-ന് അനുകൂലമായ ഒരു വലിയ തരംഗമാണ് നമ്മൾ കണ്ടത്. അത് ഒരുപക്ഷെ നമുക്ക് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു വോട്ടിംഗ് പാറ്റേണിന്റെ ഭാഗമാണ്, അല്ലെങ്കിൽ ആ ഒരു ട്രെൻഡ് ആണ് എന്നൊക്കെ നമുക്ക് പറഞ്ഞ് LDF-നും ഒക്കെ തന്നെ അത്തരത്തിൽ പറഞ്ഞ് അവർക്ക് സമാശ്വസിക്കാവുന്നതാണ്. എന്നാൽ അതിനുശേഷം ഇക്കഴിഞ്ഞ 2 മാസം മുൻപ് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം നോക്കുമ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത് എന്നത് LDF-നെ ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയാണ്. കാരണം 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് ജില്ല ഒന്നാകെ LDF-ന് അനുകൂലമായിരുന്നു എങ്കിൽ ഇത്തവണ കാര്യങ്ങൾ LDF-നെ കൈവിടുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. UDF അവിടെ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം സൃഷ്ടിച്ചു. ആകെയുള്ള പഞ്ചായത്തുകളിൽ ഏതാണ്ട് കഴിഞ്ഞ തവണ LDF 43 പഞ്ചായത്തുകൾ ജയിച്ചു. UDF-ന് അവിടെ 25 പഞ്ചായത്തുകൾ മാത്രമാണ് ജയിക്കാനായത് 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. എന്നാൽ ഇത്തവണ കാര്യങ്ങൾ മാറി മറിഞ്ഞു. UDF തങ്ങളുടെ പഞ്ചായത്തുകളുടെ എണ്ണം 38ലേക്ക് വർദ്ധിപ്പിച്ചു. LDF-ന് അത് 27 കുറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 2020-ലും 2025-ലും സമാനമായ രീതിയിൽ തന്നെയാണ്. ആകെയുള്ള 12 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 9 LDF നേടിയപ്പോൾ 3 UDF-ന് ലഭിച്ചത്. മുനിസിപ്പാലിറ്റികൾ 7 മുനിസിപ്പാലിറ്റികളാണ് കോഴിക്കോട് ജില്ലയിലുള്ളത്. അതിൽ 4 UDF ആണ് ജയിച്ചത്, 3 LDF നേടി. കഴിഞ്ഞ തവണയും 2020-ൽ സമാനമായ രീതിയിൽ തന്നെയായിരുന്നു. ഒരു തിരിച്ചടി LDF-ന് ഉണ്ടായത് കോർപ്പറേഷനിലാണ്. കോർപ്പറേഷനിലും ജില്ലാ പഞ്ചായത്തിലുമാണ്. കോർപ്പറേഷനിൽ കഴിഞ്ഞ തവണ 2020-ൽ 48 സീറ്റുകൾ നേടി അധികാരത്തിലെത്തിയ LDF-ന് ഇത്തവണ കഷ്ടിച്ചാണ് അവിടെ ഭരണം കിട്ടിയത്. അവർക്ക് കേവല ഭൂരിപക്ഷം കടക്കാൻ കഴിഞ്ഞില്ല. 39 സീറ്റുകളാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. എന്നാൽ അതിലേക്ക് എത്താൻ അവർക്ക് കഴിഞ്ഞില്ല. 35 സീറ്റുകൾ മാത്രമാണ് LDF-ന് ഇത്തവണ നേടാൻ കഴിഞ്ഞത്. മറുവശത്ത് UDF അവിടെ ആ 12 സീറ്റുകളിൽ നിന്നും ഏതാണ്ട് 28 സീറ്റുകളിലേക്ക് തങ്ങളുടെ അംഗബലം വർദ്ധിപ്പിക്കുന്ന വലിയൊരു തേരോട്ടം നടത്താൻ കഴിഞ്ഞു. ഒപ്പം തന്നെ NDAയുടെ ഒരു കടന്നുവരവും, വലിയ രീതിയിലുള്ള ഒരു കടന്നുവരവും നമുക്ക് കോഴിക്കോട് കോർപ്പറേഷനിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ ഈ പറയുന്ന തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് നടന്ന ഈ ഡീലിമിറ്റേഷൻ വലിയൊരു ഘടകമായി എന്ന് കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട്. അതായത് UDF ജയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് BJPക്ക് അനുകൂലമാകുന്ന തരത്തിൽ പല പാർട്ടികളുടെയും പുനർവിഭജനം നടത്തി എന്നതാണ് കോൺഗ്രസിന്റെ ആരോപണം. അത് സാധൂകരിക്കുന്ന തരത്തിലാണ് റിസൾട്ടുകളും വന്നതും. കഴിഞ്ഞ തവണ ചുരുങ്ങിയ സീറ്റുകൾ മാത്രം ഉണ്ടായിരുന്ന, 1 സീറ്റ് പോലും ഇല്ലായിരുന്ന BJPക്ക് ഇത്തവണ 10-ന് മുകളിൽ സീറ്റുകളിലേക്ക് അവർക്ക് കോർപ്പറേഷനിൽ നേടാൻ സാധിച്ച ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ UDF-ന്റെ ആ ആരോപണം
അത് ശരിവെക്കുന്ന തരത്തിൽ തന്നെയാണ് കോർപ്പറേഷനിലെ ഫലം വന്നത്. അപ്പോൾ കോർപ്പറേഷനിൽ LDF വലിയൊരു തിരിച്ചടി നേരിട്ട് അവർക്ക് ഭരണം നിലനിർത്താൻ കഴിഞ്ഞുവെങ്കിൽ പോലും കേവല ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞില്ല. ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്നുള്ള നിലയിലാണ് കോഴിക്കോട് കോർപ്പറേഷൻ അവർക്ക് ലഭിച്ചത്. കേരളത്തിൽ ഇത്തവണ LDF ഭരണം ലഭിച്ച ഒരേ ഒരു കോർപ്പറേഷനും കോഴിക്കോടാണ്. ഇനി ജില്ലാ പഞ്ചായത്തിലേക്ക് വരികയാണെങ്കിൽ, ജില്ലാ പഞ്ചായത്ത് എന്ന് പറയുന്നത് ഇതിന്റെ ചരിത്രത്തിൽ ഇതുവരെയും LDF ഒരു കുത്തക തന്നെയായിരുന്നു കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് എന്ന് പറയുന്നത്. അവിടെ ചരിത്രം തിരുത്തിക്കുറിച്ചുകൊണ്ട് ചരിത്രത്തിൽ ആദ്യമായിട്ട് UDF ഇത്തവണ ഭരണത്തിലേറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ആകെയുള്ള 28 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ 15 ഡിവിഷനുകളും വിജയിച്ചുകൊണ്ടാണ് UDF കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ചരിത്രത്തിൽ ആദ്യമായിട്ട് പിടിച്ചെടുക്കുന്ന ഒരു കാഴ്ച കണ്ടത്. അപ്പോൾ അത്തരത്തിൽ കോഴിക്കോട് ജില്ല മൊത്തത്തിൽ നോക്കുമ്പോൾ നമുക്കറിയാം, കണ്ണൂരും കോഴിക്കോടും ഒക്കെ എന്ന് പറയുന്നത് ഈ വിപ്ലവ സ്മരണകൾ ഉറങ്ങുന്ന ഒഞ്ചിയം പോലെയുള്ള വിപ്ലവ മണ്ണൊക്കെ ഉൾപ്പെട്ട ഒരു ജില്ലയാണ്. അവിടെ മുൻകാലങ്ങളിലൊക്കെ തന്നെ LDF ഒരു തേരോട്ടം അല്ലെങ്കിൽ അപ്രമാദിത്വം നിറഞ്ഞു നിൽക്കുന്ന ജില്ലയാണ്. അവിടെയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സാധാരണ ജനങ്ങളുടെ വികാരം പ്രകടമാകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ UDF പ്രതീക്ഷിച്ചതിലും കൂടുതൽ ഒരു മുന്നേറ്റം അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞത്. ആ ഒരു ആത്മവിശ്വാസത്തിലാണ് UDF അടുത്ത വരുന്ന 2 മാസത്തിനപ്പുറം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അവർ കച്ചമുറുക്കുന്നത് എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം നമ്മൾ നിയമസഭാ മണ്ഡലങ്ങളിലേക്കൊന്ന് കൺവേർട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ ആകെയുള്ള 13 സീറ്റുകളിൽ ഏതാണ്ട് 10 ഇടങ്ങളിലും UDF മേൽക്കൈ എന്നതാണ്. അത് നിസ്സാര വോട്ടുകളുടെ ഭൂരിപക്ഷമൊന്നുമല്ല UDF ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടിയിരിക്കുന്നത്. 10 മണ്ഡലങ്ങളിലും ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തോടു കൂടിയാണ് UDF ലീഡ് നേടുന്നത്. 3 സീറ്റുകളിൽ മാത്രമാണ് LDF ഒരു ലീഡ് നില ഒതുങ്ങുന്നത്. അതൊന്ന് കഴിഞ്ഞ തവണ അവർ വിജയിച്ച എലത്തൂരാണ്, മറ്റൊന്ന് കോഴിക്കോട് നോർത്താണ്, മൂന്നാമത്തെ മണ്ഡലം എന്ന് പറയുന്നത് ബേപ്പൂരാണ്, അതായത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ മണ്ഡലം. പക്ഷേ അവിടുത്തെ ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഒരു ലീഡ് നില നോക്കുമ്പോഴാണ് ഏറെ രസകരം. 1340 വോട്ടുകൾക്ക് മാത്രമാണ് ആ മണ്ഡലത്തിൽ LDF ലീഡ് നേടാൻ സാധിച്ചത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 28,000-ൽ പരം വോട്ടുകൾക്ക് മുഹമ്മദ് റിയാസ് ജയിച്ച മണ്ഡലമാണ് എന്നതുകൂടി ഓർക്കണം. അവിടെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം കഴിയുമ്പോൾ LDF ലീഡ് 1340 ആയിട്ട് ചുരുങ്ങിയിരിക്കുന്നത്. മറ്റൊന്ന് എലത്തൂര് കഴിഞ്ഞ തവണ NCP സീറ്റാണത്. AK ശശീന്ദ്രൻ അവിടെ 38,000-ലധികം വോട്ടുകൾക്ക് വിജയിച്ച മണ്ഡലമാണ്. അവിടെ ഭൂരിപക്ഷം ഇത്തവണ അവർക്ക് 5000-ലേക്ക് കുറഞ്ഞിരിക്കുന്ന 5001 ആണ് നിലവിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലം വെച്ച് നോക്കുമ്പോൾ LDF അവിടുത്തെ ലീഡ്. സമാനമായ രീതിയിൽ കോഴിക്കോട് നോർത്തിലും അവരുടെ ലീഡ് നില കുറഞ്ഞിട്ടുണ്ട്, 5000-ലേക്കാണ് അതും എത്തിയിരിക്കുന്നത്. അങ്ങനെ ഈ 3 മണ്ഡലങ്ങളിൽ ലീഡ് ഉണ്ട് എന്ന് പറയുമ്പോൾ പോലും അത് അത്ര സേഫ് അല്ലാത്ത നിലയിൽ തന്നെയാണ്. അപ്പോൾ അത്തരത്തിൽ വലിയ ഒരു കടന്നുകയറ്റം ഈ മേഖലകളിലെല്ലാം തന്നെ UDF കോൺഗ്രസ് സൃഷ്ടിച്ചിരിക്കുന്നു എന്നതാണ് ഈ കണക്കുകൾ നമ്മളോട് സംവദിക്കുന്നത്. മറുവശത്ത് നോക്കുക, UDF ഒരു മേൽക്കൈ അത് നിലവിലുള്ള 2 സീറ്റുകളിൽ നിന്ന്, അതായത് വടകരയും ഒപ്പം തന്നെ കൊടുവള്ളിയും, ഈ 2 സീറ്റുകളിൽ നിന്ന് 10 സീറ്റുകളിലേക്ക് വർദ്ധിക്കുക, അതായത് 8 സീറ്റുകളിൽ അധികമായിട്ട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം കഴിയുമ്പോൾ UDF അവിടെ ഒരു മേൽക്കൈ സൃഷ്ടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ചെറിയ കാര്യമല്ല. പ്രത്യേകിച്ചും കഴിഞ്ഞ തവണ LDF വലിയ മാർജിനുകൾ വിജയിച്ച ബാലുശ്ശേരി പോലെയുള്ള, പേരാമ്പ്ര പോലെയുള്ള, കോഴിക്കോട് സൗത്ത് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലാണ്, നാദാപുരം പോലെയുള്ള മണ്ഡലങ്ങളിലെ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അവിടെയൊക്കെ തന്നെ UDF ഒരു തേരോട്ടമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നടന്നിരിക്കുന്നത്. അങ്ങനെ 10 സീറ്റുകളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം നമുക്ക് ഒരു യാഡ് സ്റ്റിക്കായിട്ട് എടുക്കാമെങ്കിൽ, അത് മുഖവിലേക്ക് നമുക്ക് എടുക്കാമെങ്കിൽ 10 സീറ്റുകളിൽ UDF അവിടെ മുന്നിട്ട് നിൽക്കുകയാണ്. 3 സീറ്റുകൾ മാത്രമാണ് LDF ഒരു മേൽക്കൈ ഉള്ളത്, ഒരു മെജോറിറ്റി അവിടെ ഉള്ളത്. പക്ഷേ ഈ 3 സീറ്റുകളിലെയും അവരുടെ ലീഡ് നില എന്ന് പറയുന്നത് തുച്ഛമാണ്. പ്രത്യേകിച്ചും മന്ത്രി മുഹമ്മദ് റിയാസിന്റെ മണ്ഡലത്തിൽ അത് ആഞ്ഞു പിടിച്ചാൽ കിട്ടാവുന്ന രീതിയിൽ UDF കിട്ടാവുന്ന രീതിയിലുള്ള ഒരു ലീഡ് മാത്രമാണ് 1340 എന്ന് പറയുന്നത്. അപ്പോൾ കോഴിക്കോട് ജില്ല മൊത്തത്തിൽ നമുക്കൊന്ന് വിശകലനം ചെയ്യുകയാണെങ്കിൽ നിലവിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ 10 സീറ്റുകളിൽ, ആകെയുള്ള 13 നിയമസഭാ സീറ്റുകളിൽ 10 ഇടങ്ങളിലും UDF അത്യുജ്വലമായിട്ടുള്ള മുന്നേറ്റമാണ് നടത്തിയിരിക്കുന്നത്. LDF നില കഴിഞ്ഞ തവണത്തെ 11 എന്നുള്ളത് വെറും 3 കുറഞ്ഞിരിക്കുകയാണ്. UDF മറുവശത്ത് 2-ൽ നിന്നും 10-ലേക്ക് തങ്ങളുടെ ആ ഒരു മേധാവിത്വം വർദ്ധിപ്പിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത്രയും 10
സീറ്റുകളിലേക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും ഒരു 6 മുതൽ 8 വരെ സീറ്റുകളിൽ ആ ഒരു നില മേൽക്കൈ നിലനിർത്താൻ കഴിയുമെന്നാണ് UDF നേതൃത്വം ഉറച്ചു വിശ്വസിക്കുന്നത്. പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ ഇങ്ങോട്ട് നോക്കുമ്പോൾ അവിടെ ഉണ്ടായിരിക്കുന്ന UDFന് അനുകൂലമായിട്ടുള്ള ഒരു തരംഗം, പ്രത്യേകിച്ചും ഷാഫി പറമ്പിൽ അവിടെ ചെന്നതിന് ശേഷം അവിടെ കോൺഗ്രസ് ഉണ്ടായിരിക്കുന്ന ഒരു ഉണർവ് അത് ചെറിയൊരു കാര്യമല്ല. പ്രത്യേകിച്ചും ഒരു KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ മലബാറിലെ 4 ജില്ലകൾ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഈ 4 ജില്ലകളുടെ ചുമതല ഷാഫി പറമ്പിലിനാണ് ഉള്ളത്. അദ്ദേഹം അവിടെ മികച്ച ഒരു MP ആയിട്ട് ഇതിനോടകം തന്നെ പ്രശംസ നേടിക്കഴിഞ്ഞിട്ടുണ്ട്. 2024 തെരഞ്ഞെടുപ്പിൽ വിജയിച്ച അദ്ദേഹം പാർലമെന്റിൽ ഉൾപ്പെടെ നടത്തുന്ന ഇടപെടലുകൾ, അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ, അദ്ദേഹത്തിന്റെ ജനങ്ങളോടുള്ള ഇടപെടലുകൾ ഒക്കെ തന്നെ ഇതിനോടകം വലിയ രീതിയിൽ അവിടെ ഒരു തരംഗമായിട്ട് മാറിയിട്ടുണ്ട്. അദ്ദേഹത്തെ ആളുകൾ ചേർത്ത് പിടിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. അദ്ദേഹം പോകുന്നിടത്തെല്ലാം കേൾക്കാൻ ആളുകൾ എത്തുന്നു. അദ്ദേഹം ആളുകളെ ആകർഷിക്കുന്ന ഒരു മാസ് ലീഡറായിട്ട്, ഒരു ക്രൗഡ് പുള്ളറായിട്ട് മാറുന്ന വളർന്നിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഷാഫി പറമ്പിലിന്റെ ആ ഒരു സാന്നിധ്യം, ആ ഒരു സ്വാധീനം, അത് ആ മേഖലയിൽ, മലബാർ മേഖലയിൽ മൊത്തത്തിൽ, പ്രത്യേകിച്ച് ഈ കോഴിക്കോട് അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന വടകരയുടെ പരിധിയിൽ വരുന്ന 7 മണ്ഡലങ്ങൾ, അതിൽ എല്ലാം തന്നെ UDFന് വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് നമുക്ക് വിലയിരുത്താവുന്നത്. എന്തായാലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് 2021 ആവർത്തിക്കില്ല എന്നുറപ്പാണ്. അന്ന് കോൺഗ്രസിന് UDFന് വലിയ ഒരു തിരിച്ചടി നൽകിയ കോഴിക്കോട് ജില്ല ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൈ നിറയെ സീറ്റുകൾ UDFന് നൽകുമെന്ന്, പ്രത്യേകിച്ചും കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ അവിടെ ഒരു സ്ഥാനാർത്ഥി വിജയിച്ചിട്ട് ഏതാണ്ട് വർഷങ്ങളായിരിക്കും. അവസാനമായിട്ട് 2001 നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് അവിടെ നിന്നും കോൺഗ്രസിന് ഒരു MLA ലഭിച്ചിട്ടുള്ളത്. പിന്നീട് 4 തെരഞ്ഞെടുപ്പുകൾ നടന്നിരിക്കുന്നു. അവിടെ അതിലൊന്നും തന്നെ ഒരു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി വിജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇത്തവണ അതിന് വലിയ രീതിയിൽ മാറ്റം വരും. ചുരുങ്ങിയത് ഒരു 4-5 കോൺഗ്രസിന്റെ MLA-മാരെങ്കിലും കോഴിക്കോട് നിന്നും ജയിച്ചു വരാനുള്ള ഒരു സുവർണ അവസരമാണ് ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ തന്നെ വിലയിരുത്തുന്നത്.